Hi guys, എൻ്റെ പേര് വിസ്മയ. So this is my first video in YouTube. ഞാൻ കുറച്ച് നല്ല ഷൈ ആണ് വീഡിയോ എടുക്കാൻ, but no problem. So today we are going to make മുട്ട ബജ്ജി. Come on. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും പിന്നെ ആദ്യമായിട്ട് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ ശ്രമിക്കണ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹാഫ് ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പിഞ്ച് ഓഫ് കായം. പിന്നെ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട 2 സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുട്ടുപൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാനാണ് പുട്ടുപൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് കടലമാവ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. 2 ടേബിൾ സ്പൂൺ കടലമാവ് നമ്മളിടാം. പിന്നെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആൻഡ് കായം, അരിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഇത് ഇത് ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജ്ജി കിട്ടുള്ളൂ. സോ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഞാൻ കുറച്ച് കട്ടിയിലാണ് മാവ് എടുത്തേക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എനിക്ക് ഫാൻസി പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊക്കെ എവിടെ അമ്മ എടുത്ത് വെച്ചേക്കണം എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളൊരു പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ച ഓരോരോ മുട്ടയായിട്ട് ഈ ചൂട് എണ്ണയിലോട്ട് ഇടാം. എണ്ണ പൊട്ടി തെറിച്ചത് കാരണം എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ മുട്ട ബജ്ജി ഫൈനലി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ചെറിയ സ്കാർസ് വന്ന മുഖത്ത്. പക്ഷെ അത് ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് അമ്മ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് ബജ്ജി. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാം. ചന്ദ്രബ, ഹായ്. ഇത്ര ശയ്യാവുന്ന ദിവസം കഴിച്ചോ? സത്യം പറയുന്നുണ്ട്, സത്യം പറഞ്ഞോ? ചൂടായിട്ടുള്ള സൂപ്പർ മുട്ട ബജ്ജി. സക്സസ് ഗൈസ്.